+1 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 8 ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റുകളെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൽ 2 എഫക്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി 2 അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ആ പേരിൽ തന്നെയുണ്ട് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. നോർമലി ഒരു ബോണ്ടൊക്കെ ആയിട്ട് വരച്ച് കഴിയുമ്പോൾ അതിൽ 2 ഇലക്ട്രോണുകൾ വെച്ചുണ്ടാവും എന്നുള്ള അറിയാം. അത് സിംഗിൾ ബോണ്ടിൽ. ഡബിൾ ബോണ്ട് വരുമ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺ വെച്ചാണ് വരിക. അപ്പോൾ നമ്മൾ വിചാരിക്കുക ആ ഇലക്ട്രോണുകൾ ആ ബോണ്ടിൽ അങ്ങനെ തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ബോണ്ടുകളിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവുമ്പോൾ ആ ഇലക്ട്രോണുകൾ പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മൂവ്മെൻറ്റുകൾ കാണിക്കാം. അപ്പോൾ ആ എഫക്റ്റുകളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് മീനിങ്. അങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സംടൈംസ് അത് കംപ്ലീറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ആറ്റത്തിലോട്ടായിരിക്കും ഇലക്ട്രോണുകൾ മൂവ് പോവുക, അല്ലെങ്കിൽ ഒരു പാർഷ്യലായിട്ട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങും. ഒരു കാർബണിൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിൻ്റെ അടുത്തോട്ടോ ആയിട്ട് ഇലക്ട്രോണുകൾ നീങ്ങുന്നുണ്ടാവും. അങ്ങനെ നീങ്ങുമ്പോൾ ഡ്യൂ ടു സം റീസൺസ് അങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുമ്പോൾ അവിടെ ചാർജൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇലക്ട്രോണുകൾ അടുത്തോട്ട് വന്നാൽ ആ കാർബൺ നെഗറ്റീവ് ചാർജ് എന്നും, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ നീങ്ങിക്കഴിഞ്ഞാൽ അതിലൊരു പോസിറ്റീവ് ചാർജൊക്കെ വരും. അതാണ് പൊളാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 എഫക്റ്റുകളാണ് മെയിൻലി വരുന്നത്. 1 ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്, 2 ഇലക്ട്രോമെറിക് എഫക്റ്റ്, റിസണൻസ് എഫക്റ്റ്, ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ. ഇതിൽ ആദ്യത്തൊക്കെ റിസണൻസ് എന്നൊക്കെ നിങ്ങൾ 4th ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. അതിനെ കുറച്ചും കൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റും ഇലക്ട്രോമെറിക് എഫക്റ്റും ആയിരിക്കും. കാരണം ഉള്ളതിൽ വെച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് നോക്കാം. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ കോമ്പൗണ്ടിൽ ഒരു പുതിയൊരു ആറ്റം വരെ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഞാൻ എഴുതുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ CH3 CH2 CH2 Cl എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്. ഓക്കെ, ഇതിൽ ക്ലോറോ ഗ്രൂപ്പ് ഉണ്ട്. Cl എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇതിന് ഇലക്ട്രോണുകളെ അടുത്തോട്ട് വലിക്കും. കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണല്ലോ, അതുകൊണ്ട് ഇലക്ട്രോണുകളെ അടുത്തോട്ട് വലിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെയുള്ള ബോണ്ടിലുള്ള ഇലക്ട്രോണുകളെ അടുത്തോട്ട് വലിക്കും. ഇങ്ങനെ ഇലക്ട്രോണുകളെ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. കാരണം ഫുള്ളായിട്ട് വരില്ല, കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് അതിൻ്റെ അടുത്തോട്ട് ഫുള്ളായിട്ട് എടുക്കുന്നില്ല, അതിൻ്റെ നിയർ ടു ദാറ്റ് Clൻ്റെ അടുത്തോട്ട് വലിച്ചുകൊണ്ട് പോയാണ് ആ ഇലക്ട്രോൺ, സിംഗിൾ ബോണ്ടിലുള്ള ഇലക്ട്രോണുകളെ. ഈ സിംഗിൾ ബോണ്ടിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കാറുണ്ട്, സിഗ്മ ബോണ്ട് എന്നും പറയാറുണ്ട്. അപ്പോൾ സിഗ്മ ബോണ്ടിലുള്ള ഇലക്ട്രോണുകളെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടെ എന്ത് വരുന്നു? ക്ലോറിന് ഒരു നെഗറ്റീവ് ചാർജ്, പാർഷ്യൽ നെഗറ്റീവ്, കംപ്ലീറ്റ് ആയിട്ടില്ല, പാർഷ്യലായിട്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഡെൽറ്റ സൈൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ കാർബൺ എന്ത് വരും? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. കാരണം അതിൻ്റെ അടുത്തുനിന്ന് ഇലക്ട്രോണുകൾ പോയല്ലോ. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് വരുമ്പോൾ അത് സമ്മതിക്കില്ല. അതെന്ത് ചെയ്യും? തൊട്ടിപ്പുറത്ത് ഇതിൽ നിന്ന് അത് ഇങ്ങോട്ട് വലിക്കും, അബ്സോർബ് ചെയ്യും. ലൈക്ക് അതിനും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ അപ്പുറത്ത്. അപ്പോൾ ഇവിടെയും ഒരു പോസിറ്റീവ് ചാർജ്, ബട്ട് സ്റ്റിൽ ലെസ്സർ ആയിരിക്കും. അതുകൊണ്ട് അതിന് ഡബിൾ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും നമ്മൾ എഴുതുക. അതായത് സ്റ്റിൽ കുറവാണെന്നുള്ള മീൻ. അപ്പോൾ ഇങ്ങനെ ഒരു പോളാർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിയിൽ വ്യത്യാസമുള്ള ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ സിഗ്മ ബോണ്ടിലുള്ള നമ്മുടെ സിംഗിൾ ബോണ്ടിലെ ഇലക്ട്രോണുകൾക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നു. പെർമനൻ്റ് ആയിട്ട് അത് ഡിസ്പ്ലേസ് ചെയ്യും. ഇത് ആ Cl അവിടെ ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ആയിരിക്കും. Clന് വേറെ സംഭവിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിന് പെർമനൻ്റ് എഫക്റ്റ് ആണ്. ആ കോമ്പൗണ്ടിൽ ഉള്ളിടത്തോളം കാലം ഇതുപോലെ ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. നമ്മുടെ ഇലക്ട്രോണുകളെല്ലാം Clൻ്റെ അടുത്തോട്ടായിട്ട് വലിച്ചു നിർത്തിയേക്കായിരിക്കും, അബ്സോർബ് ചെയ്ത് അല്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്ത് നിർത്തിയേക്കായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ പെർമനൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ് എലോങ് എ സാച്ചുറേറ്റഡ് കാർബൺ ചെയിൻ. ഒരു സിംഗിൾ ബോണ്ടായിട്ടുള്ള കാർബൺ ചെയിനിലായിരിക്കും. എന്ത് കാരണമാണ്? ഒരു പോളാർ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് കേട്ടോ. Cl ഒക്കെയാണ് പോളാർ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ദിസ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് ഇൻഡക്റ്റീവ് എഫക്റ്റ്. അപ്പോൾ ഇങ്ങനെ Cl ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ, ആ കോമ്പൗണ്ടിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു? ഇലക്ട്രോണുകളെ അടുത്തോട്ട് വലിച്ചോട്ട് പോകും. അങ്ങനെ ഇലക്ട്രോണുകളെ അടുത്തോട്ട് വലിച്ചോട്ട് പോകുമ്പോൾ ആ കാർബൺ ഒരു പോസിറ്റീവ് ചാർജും നമ്മുടെ ക്ലോറിൻ നെഗറ്റീവ് ചാർജാകും. പോസിറ്റീവ് ചാർജായിട്ട് കാർബൺ നിൽക്കില്ല, അത് അങ്ങോട്ട് വലിച്ചു അടുത്ത കാർബണിൽ നിന്നും അതിൻ്റെ തൊട്ട് ഔട്ട്സൈഡുള്ള കാർബണിൽ നിന്നും ഇലക്ട്രോണുകളെ വലിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ വരുമ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ട് ഇലക്ട്രോണുകൾ ആ Clൻ്റെ അടുത്തോട്ട് ഡിസ്പ്ലേസ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇത് Cl അവിടെ ഉള്ളിടത്തോളം കാലം ആ കോമ്പൗണ്ടിൽ Cl പെർമനൻ്റാണ്, വേറെ മാറ്റമൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനൻറ്റ് എഫക്റ്റ് എന്ന് പറയാം.
ഓക്കെ, പെർമനൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സിഗ്മ ബോണ്ടഡ് ഇലക്ട്രോൺസ്. സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കാർബൺ ചെയിനിലാണ് ഇത് നടക്കുക, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള, അപ്പോൾ അത് മാത്രം നമ്മൾ പറയും ദ പ്രസൻസ് ഓഫ് എ പോളാർ ഗ്രൂപ്പ്, ഒരു പോളാർ ഗ്രൂപ്പിൻ്റെ പ്രസൻസിലാണ് നടക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി എഫക്റ്റുകൾ, രണ്ട് ടൈപ്പ് ഇൻഡക്റ്റീവ് എഫക്റ്റുകളാണ് വരുന്നത്. +I ഇഫക്റ്റ് അല്ലെങ്കിൽ -I ഇഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ കേസ് തന്നെ. Cl കേസ് എടുക്കാം. CH3 CH2 CH2 Cl എന്നാണ് എടുത്തത്. Cl എന്താ, നമ്മുടെ കാർബൺ ചെയിനിൽ നിന്ന് ഇലക്ട്രോൺ അതിൻ്റെ അടുത്തോട്ട് വലിച്ചുകൊണ്ട് പോവുക അല്ലേ. കാർബൺ ചെയിനിൽ നിന്നും ഇലക്ട്രോണുകളെ അതിൻ്റെ അടുത്തോട്ട് പോളാർ ഗ്രൂപ്പിലോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്, റൈറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോളാർ ഗ്രൂപ്പിലോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. എവേ ഫ്രം ദി ഇലക്ട്രോൺസ് ആർ ഡിസ്പ്ലേസ്ഡ് എവേ ഫ്രം ദി കാർബൺ ചെയിൻ. കാർബൺ ചെയിനിൽ നിന്നും പോളാർ ഗ്രൂപ്പിലോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ്, വലിച്ചുകൊണ്ട് പോവുക ചെയിനിൽ നിന്നും. അപ്പോൾ അങ്ങനെയുള്ള എഫക്റ്റിനെയാണ് നമ്മൾ -I എഫക്റ്റ് എന്നല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് എന്ന് വിളിക്കാം. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് എവേ ഫ്രം ദി കാർബൺ ചെയിൻ. കാർബൺ ചെയിനിൽ നിന്നും പുറത്തോട്ടാണ് പോവുക ആൻഡ് ടുവേർഡ്സ് ദി പോളാർ ഗ്രൂപ്പ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ Cl കേസ്, കുറച്ചധികം ഗ്രൂപ്പുകൾ ഈ -I എഫക്റ്റ് കാണിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ആൾക്കാർ NO2 എന്ന് പറയുന്ന വളരെയധികം ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഒരാളാണ്. അത് വന്നാൽ വളരെ ഈസി ആയിട്ട് വലിച്ചുകൊണ്ട് പോകും. ദെൻ കം Cn, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന SO3H, ദെൻ ഇതിൻ്റെ ഓർഡർ ഒന്ന് ഞാൻ മാറിയിട്ടുണ്ട്, SO3H ആണ് ആദ്യം വരുന്നത്. ദെൻ കംസ് നമ്മുടെ Cn, ദെൻ കം COH, ഇവരെല്ലാവരും ഇലക്ട്രോൺ. അത് കഴിഞ്ഞാൽ നമ്മുടെ Cl, Br, ദെൻ I ഒക്കെ വരും, ദെൻ F. ഓക്കെ, ഇവരൊക്കെ വരും. ആൻഡ് OH മൈനസ് OH ആൻഡ് C6H5, അതായത് ബെൻസീൻ റിംഗ്. ബെൻസീൻ റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇത്രയും പേരും ഈ പറഞ്ഞ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇലക്ട്രോണുകൾ വലിച്ചുകൊണ്ട് പോകുന്നത്. ഇൻ കേസ് അവരൊരു കാർബൺ ചെയിനിൽ പ്രസൻറ്റ് ആണെങ്കിൽ, ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി വിഡ്രോ ദി ഇലക്ട്രോൺസ് ഫ്രം ദർ. ഇലക്ട്രോണുകളെ വിഡ്രോ ചെയ്തുകൊണ്ട് പോകാൻ ചാൻസ്. എക്സാമ്പിൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി -I ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതേപോലെ തിരിച്ച് നടക്കാം. ഇതേടാ ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ്, +I ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദി കാർബൺ ചെയിനാണ് നടക്കുക. കാർബൺ ചെയിനിലോട്ട് ഇലക്ട്രോണുകളെ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ CH3 CH2 CH CH2. ഓക്കെ, ഈ കാർബണിൽ ശരിക്കും പറഞ്ഞാൽ 3 CH3 ഉണ്ടെന്ന് വെച്ചോ. CH3കൾക്ക് അല്ലെങ്കിൽ കാർബൺ ചെയിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യും കേട്ടോ. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ലോണം ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവും. റിലീസ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് ഈസി ആയിട്ട് ഇലക്ട്രോണുകളെ കൊടുക്കാനായിട്ട് പറ്റും. സോ അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ കാർബൺ ചെയിനിലോട്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുക, റിലീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആൻഡ് അവേ ഫ്രം ദി പോളാർ ഗ്രൂപ്പിൽ നിന്നാണ് കാർബൺ ചെയിനിലോട്ട് ഇലക്ട്രോണുകളെ കൊടുക്കുന്നുണ്ട്. വി കോൾ ഇറ്റ് ആസ് +I ഇഫക്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ കൊടുക്കുന്ന എഫക്റ്റ്, റിലീസിങ് എഫക്റ്റ് എന്നായിരിക്കും വിളിക്കാം. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാർബൺ ചെയിൻ്റെ കേസ് തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരാം നമ്മുടെ ടെറിഷറി മീഥൈൽ ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് വരാം. കണ്ടോ, ഇങ്ങനെ വരുന്നത്. ഇത് വളരെയധികം ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഉള്ള ഒരാളാണ്. ഓക്കെ, Cയിൽ 3 ഈ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്, കാരണം 3 സൈഡിൽ നിന്നും ഇലക്ട്രോണുകളെ റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. ഓക്കെ, ദെൻ കാർബൺ ചെയിനുകൾ വരുമ്പോൾ ഈ സെക്കൻഡറി ആയിട്ട് വരുന്ന ആളും ഇതേപോലെ തന്നെയാണ്, കൂടുതലാണ് കേട്ടോ. ബേസിക്കലി നമുക്ക് എല്ലാ കാർബൺ ചെയിനുകളെയും നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ പോലെ തന്നെ പറയാവുന്നതാണ്. ഇനി അതിനേക്കാളും കുറവായിരിക്കും CH2 വരുമ്പോൾ കേട്ടോ, ഈഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ. സോ ഇങ്ങനെ നമുക്ക് പറയാം. കാർബൺ ചെയിനുകളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഇലക്ട്രോണുകൾ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇത് രണ്ടുമാണ് ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റുകൾ വരെ. അത് ഗ്രൂപ്പുകളെ പഠിച്ചിരിക്കണം. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പുകളിൽ കാർബൺ ചെയിൻ ഏതാണോ അത് ഏതായാലും എന്തായാലും ഇലക്ട്രോൺ റിലീസിങ് ആണ് കേട്ടോ. ഞാനിപ്പോൾ 2-3 എക്സാമ്പിൾസ് എഴുതി എന്ന് മാത്രം. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞ ഗ്രൂപ്പുകളായിരിക്കും വരാം. ഇവരെല്ലാവരും ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് എഫക്റ്റ് കാണിക്കും. വേറെ ഇങ്ങനെ കാർബൺ ചെയിനാണ് അതിൽ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പുകളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇലക്ട്രോണുകൾ റിലീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദേ വിൽ ഗീവ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദി കാർബൺ ചെയിൻ. അതിനെയാണ് നമ്മൾ +I ഇഫക്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിലെ 2 ടൈപ്പ് ഓഫ് ആൾക്കാർ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്ന ആൾ. ഇലക്ട്രോമെറിക് എഫക്റ്റിലോട്ട് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതേടാ ഇലക്ട്രോമെറിക് എഫക്റ്റ് നടക്കുന്നത് ഒരു ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളൊരു കോമ്പൗണ്ടിൽ മാത്രമേ വരുള്ളൂ. നോക്കാം, ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ടറായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ H ആയിരിക്കും. അത് ഞാനിപ്പോൾ എഴുതുന്നില്ല, കാരണം ഇത് ജനറലൈസ് ചെയ്ത് എഴുതുന്നതാണ്. ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതിലോട്ടൊരു H+ വന്ന് അറ്റാക്ക് ചെയ്യുക. H+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഫൈലാണേ. ഇത് വന്ന് അറ്റാക്ക് ചെയ്യാൻ പോവാം.
അപ്പം ഞാനിതിൽ ഏതെങ്കിലും ഒരു കാർബണിലോട്ടായിരിക്കും വന്ന് അറ്റാക്ക് ചെയ്യുക. ഈ കാർബണിലോട്ട് വന്ന് അറ്റാക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഓക്കെ, അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വന്ന് ബോണ്ട് ചെയ്യാൻ പോകാം. ഈ അറ്റാക്കിംഗ് റിയേജൻറ്റ് ഇലക്ട്രോഫൈൽ വന്ന് ബോണ്ട് ചെയ്യാനായിട്ട് പോകാം. അങ്ങനെ ബോണ്ട് ചെയ്യാനായിട്ട് H+ വരുമ്പോൾ H+ൻ്റെ അടുത്ത് ഇലക്ട്രോൺ ഒന്നുമില്ല, ബോണ്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡബിൾ ബോണ്ടിലുള്ള കാർബണ് ഈ ഡബിൾ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ ഈ ഒരു അറ്റത്തെ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അറ്റാക്ക് ചെയ്യും. അപ്പോൾ എന്ത് നടക്കുമെന്ന് വെച്ചാൽ ദേടാ ഇങ്ങനെ വരും. ആ ഒരു അറ്റാക്കിംഗ് ഈ പറഞ്ഞ ഇലക്ട്രോണുകൾ ഈ ഒരു കാർബണിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് ഹൈഡ്രജനായിട്ട് ബോണ്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നാൽ ഞാനിവിടെ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി ഈ പറഞ്ഞ ബോണ്ട് എന്ത് ചെയ്യും, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് റിയേജൻ്റെ പ്രസൻസിൽ ഈ ഒരു എച്ചിനെ ഞാൻ വിട്ടുകൊടുത്ത് H+ ആയിട്ട് പോയി കഴിഞ്ഞാൽ ആ ബോണ്ടിലുള്ള ഇലക്ട്രോൺ നേരെ തിരിച്ചു വന്ന് ഡബിൾ ബോണ്ടായിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, തിരിച്ചു വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റാക്കിംഗ് റിയേജൻ്റെ പ്രസൻസിൽ ഇലക്ട്രോണുകൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു. എങ്ങനെയുള്ള ഇലക്ട്രോണാണ്? പൈ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ മാത്രം. ഈ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ പൈ ബോണ്ടാണ്. പൈ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്യുന്നു അറ്റ് ദി പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. അറ്റാക്കിംഗ് റിയേജൻ്റെ പ്രസൻസിൽ പൈ ബോണ്ടിലുള്ള ഇലക്ട്രോണുകൾ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിലോട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ടുവേർഡ്സ് വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റം പ്രസൻറ്റ് അറ്റ് ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്ക് റിയേജൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. എങ്ങാനും അറ്റാക്ക് റിയേജന് മാറിക്കഴിഞ്ഞാൽ ആ H+ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് നടക്കില്ല, തിരിച്ച് നമ്മുടെ നോർമൽ രീതിയിലോട്ട് മാറും. ആൻഡ് ദിസ് എഫക്റ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോമെറിക് എഫക്റ്റ്. ഇതൊരു ടെമ്പററി എഫക്റ്റ് ആണ്. കാരണം H+ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ എഫക്റ്റുകളൊക്കെ മാറും, തിരിച്ച് നമ്മുടെ ഡബിൾ ബോണ്ടായിട്ട് തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞ പോലെ H+ നേരത്തെ പോയ പോലെ. അപ്പോൾ ഈ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് എ പൈ ഇലക്ട്രോൺ പെയർ ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് ടുവേർഡ്സ് വൺ ഓഫ് ദി ബോണ്ടഡ് ആറ്റം. ഒരു ബോണ്ടഡ് ആറ്റത്തിലോട്ട് പോകുന്നു അറ്റ് ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇലക്ട്രോമെറിക് എഫക്റ്റ് എന്ന് പറയും. ഇതും 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് നമ്മുടെ 2 ടൈപ്സിൽ വരുന്ന +E എഫക്റ്റ് എന്ന് വിളിക്കുന്ന സാധനം കേട്ടോ. +E എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നത് എവിടെയാണോ അറ്റാക്കിംഗ് റിയേജൻറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കും. ഇതേടാ സി ഡബിൾ ബോണ്ട് സി എന്ന് പറഞ്ഞെടുക്കുകയെന്ന് വെച്ചോ. ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ H+ എന്ന് പറഞ്ഞ ആൾ. H+ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അത് ഏതായിരിക്കും, ഇലക്ട്രോഫൈലാണ് കേട്ടോ, അറ്റാക്ക് റിയേജൻ്റ് ആണ്. അപ്പോൾ ഇത് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ കാർബണിലാണെന്ന് വെച്ചോ, അങ്ങോട്ട് തന്നെയായിരിക്കും നമ്മുടെ ഈ കാർബൺ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ വരിക. ഓക്കെ, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയടാ, എവിടെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ് വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും റിസൾട്ട് വരാം. ഇവിടെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും, ദെൻ ഇവിടെ H വരും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുള്ളൂ വരാം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ നോക്കാം, ഇതേടാ ഇങ്ങോട്ടാണ് ഇലക്ട്രോൺ വന്നത്, എവിടെയാണോ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് അവിടെ തന്നെയാണ് ഇലക്ട്രോൺ വരിക. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുക, +E എഫക്റ്റ് എന്ന് വിളിക്കുക. ഇലക്ട്രോൺസ് ആർ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദി അറ്റാക്ക് സൈറ്റ് ഓഫ് അറ്റാക്ക്. എവിടെയാണോ നമ്മുടെ H+ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, ഏത് കാർബണിലാണോ അങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ +E എഫക്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ടുള്ള എളുപ്പത്തിന് ഇങ്ങനെ നോക്കിയാൽ മതി, H വരുന്നത് എവിടെയാണെന്ന് വരയ്ക്കാം. ഓക്കെ, ദെൻ സിംഗിൾ ബോണ്ടും വരയ്ക്കാം. ഇത്രയും ചെയ്താൽ മതി. ഇത് ആരോ കാണിക്കാനായിട്ട് ഇക്വേഷൻ എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. നോക്കാം, H+ എഴുതണം അല്ലേ. ഇപ്പോൾ ചാർജ് ഒന്നും എഴുതരുത്. 2 കാർബണാണുള്ളത്, നടുക്ക് സിംഗിൾ ബോണ്ടാക്കി എഴുതിക്കൊള്ളണം. ഏതെങ്കിലും ഒരു കാർബണിൽ കൊണ്ടുവന്ന് H എഴുതാം, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. അപ്പോൾ നോക്കിയാടാ, ഇവിടെ H എഴുതുമ്പോൾ ഇവിടെ എന്ത് വരും, ഈ കാർബണിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്തായിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും വരിക. കാരണം ഇലക്ട്രോണുകൾ കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തെ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ, അതിനെന്ത് വരും, പോസിറ്റീവ് ചാർജ് വരും. അപ്പോൾ ഇവിടെ എന്താണോ ചാർജ് ഉള്ളത് അത് തന്നെ ആയിരിക്കും ഇവിടെയും വരാം കേട്ടോ. അവിടെ എന്താണോ ചാർജ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ചാർജ്, പോസിറ്റീവ് ചാർജ് വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. +E എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ വരുന്നതാണ് -E എഫക്റ്റ്. -E എഫക്റ്റിൽ പൈ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ടു ദ സൈറ്റ് ഓഫ് അറ്റാക്ക് ആയിരിക്കും. അപ്പോൾ അതേടാ നോക്കിക്കോ, സി ഡബിൾ ബോണ്ട് സി തന്നെ എടുക്കാമെന്ന് വെച്ചോ. ഇതിലോട്ട് അറ്റാക്ക് ചെയ്യുന്നത് CN- എന്ന് പറഞ്ഞൊരു ന്യൂക്ലിയോ ഫൈലാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ന്യൂക്ലിയോ ഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. അവിടെ വന്ന് അറ്റാക്ക് ചെയ്യണ സമയത്ത് നെഗറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ട് അത് നേരെ വന്ന് ബോണ്ട് ചെയ്തോളും. അപ്പോൾ ഈ ഇലക്ട്രോണുകൾ വരുന്നത് തൊട്ടിപ്പുറത്തെ കാർബണിലായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കിയടാ, ദേ സിംഗിൾ ബോണ്ടായിരിക്കും. ഇവിടെ വന്ന് നമ്മുടെ CN ബോണ്ട് ചെയ്തു, ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേക്കൊണ്ട് ഈ കാർബൺ എന്ത് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും വരാം കേട്ടോ. ഇലക്ട്രോണുകൾക്ക് കാർബൺ എന്ത് ചാർജ് വരും, നെഗറ്റീവ് ചാർജ്. കാരണം ഇങ്ങോട്ടാണ് ലോൺ പെയർ ആയിട്ട് ഇലക്ട്രോണുകൾ വന്നേക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഇവിടെ അറ്റാക്ക് ചെയ്തു, ഈ കാർബണിൽ അറ്റാക്ക് ചെയ്തു, ഇലക്ട്രോണുകൾ പോയത് എങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോയത്. മറ്റേ കാർബണിലോട്ടാണ് ഇലക്ട്രോൺ പോയത്.
അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മൈനസ് ഇ എഫക്റ്റ് എന്ന് വിളിക്കുക. പൈ ഇലക്ട്രോൺസ് ആർ ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ദി സൈറ്റ് ഓഫ് അറ്റാക്ക്. ഓപ്പോസിറ്റ് ടു ദി സൈറ്റ് ഓഫ് അറ്റാക്ക്, അറ്റാക്ക് ചെയ്യുന്ന സൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഡയറക്ഷനിലായിരിക്കും പോവുക. ഇതിനെ മൈനസ് ഇ എഫക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഈ രണ്ട് എഫക്റ്റുകളും ഇക്വേഷൻ എഴുതാനും കറക്റ്റായിട്ട് നോക്കിയിരിക്കണം, ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാനായിട്ടും അറിഞ്ഞിരിക്കണം. മൈനസ് ഇ എഫക്റ്റും പ്ലസ് ഇ എഫക്റ്റും ഇൻഡക്റ്റീവ് എഫക്റ്റുകൾ എഴുതാനായിട്ട്. കാരണം എക്സാമിന് വരുമ്പോൾ എക്സ്പ്ലെയിൻ മൈനസ് ഇ ആൻഡ് പ്ലസ് ഇ എഫക്റ്റ് വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇക്വേഷൻ അടക്കം എഴുതാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓൾവേസ് പ്ലസ് ഇ മൈനസ് ഇ എഫക്റ്റ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ എഴുതുമ്പോൾ അതിലെ ഗ്രൂപ്പുകളും ഇതുപോലെ പ്ലസ് ഇ മൈനസ് ഇയുടെ ഇക്വേഷൻ അടക്കം എഴുതിയിരിക്കണം കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ രണ്ട് എഫക്റ്റുകളെ പറ്റിയാണ്. അപ്പോൾ എന്തായാലും അത് നല്ലോണം പഠിക്കാം. ദെൻ ബാക്കിയുള്ള രണ്ട് എഫക്റ്റുകൾ, റെസൊണൻസ് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷനും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. എന്തായാലും നോക്കുക, നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.